മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയാൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാർ അനുവദിക്കില്ല. എന്താണ് മുല്ലപ്പെരിയാർ ഇഷ്യൂ? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. 130 വർഷം പഴക്കമുള്ള കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട് കൺട്രോൾ ചെയ്യുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. ഈ ഡാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇഷ്യൂവിൽ കേരളത്തിൻ്റെതായ 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. പോയിന്റ് നമ്പർ 1, ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിലെ 5 ജില്ലകൾക്ക് ഭീഷണിയാവും. പോയിന്റ് നമ്പർ 2, ഈ ഡാമിന് പകരം പുതിയൊരു ഡാം ക്രിയേറ്റ് ചെയ്യണം. പോയിന്റ് നമ്പർ 3, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനായി ഡാമിലെ ജലനിരപ്പ് 136 അടിയായിട്ട് കുറയ്ക്കണം. ഇത് 3മാണ് കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ. ഇനി തമിഴ്നാടിന്റെ 3 പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാവോ? പോയിന്റ് നമ്പർ 1, തമിഴ്നാട്ടിലെ 5 ജില്ലകളുടെ കുടിവെള്ളവും കൃഷിയുമെല്ലാം ഈ ഡാമിനെ ആശ്രയിച്ചാണ്. പോയിന്റ് നമ്പർ 2, ഡാം സേഫ് ആണ്, ആവശ്യമുള്ള അറ്റകുറ്റപ്പണികൾ മാത്രം ചെയ്താൽ മതി. പോയിന്റ് നമ്പർ 3, ഡാമിന്റെ ജലനിരപ്പ് 142 അടിയായിട്ട് ഉയർത്തണം. ഇത് 3മാണ് തമിഴ്നാട് മുന്നോട്ട് വെച്ചിരിക്കുന്ന കണ്ടീഷൻസ്. ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷനാണ് വേണ്ടത്, അല്ലാതെ അവിടെ ഇവിടെ വെറുതെ പാനിക് ആക്കിയിട്ട് ഒരു കാര്യമില്ല. കേരള ഗവൺമെന്റ്, തമിഴ്നാട് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, ഈ 3 ഗവൺമെന്റുകൾ ഒന്നിച്ചിരുന്ന് ജനങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തണം. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത് സുരക്ഷയാണ്, അതുപോലെ തന്നെ തമിഴ്നാടിന് വെള്ളവും. ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തുക തന്നെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക.